പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയർ ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസവും വിടുതലും നൽകി തരുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് സകലരെക്കാളും ഉയർത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സകലരെക്കാളും ഉയർത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ സകല ജാതികളെക്കാളും ഉയർത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു പോയേക്കാം, നമുക്ക് ഉയർച്ചയില്ല, നമുക്കൊരു ഉന്നമനമില്ല, എത്ര അധ്വാനിച്ചിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടും എത്ര ഭാരം ചുമന്നിട്ടും ജീവിതത്തിൽ ഒരു മാറ്റം ഇല്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ നിന്നെ സകല ജാതികളെക്കാളും ഉയർത്തുവാനിടയായിത്തീരും. ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിരാശപ്പെടുന്ന മേഖലയിൽ, ഭാരപ്പെടുന്ന മേഖലയിൽ സർവശക്തനായ ദൈവം നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കുക. കരയേണ്ട കുഞ്ഞെ, ഭാരപ്പെടേണ്ട കുഞ്ഞ്, വേദനപ്പെടേണ്ട കുഞ്ഞെ, നിന്റെ വേദന എന്തും ആയിക്കോട്ടെ, നീ ഭാരപ്പെടണ്ട. സകലരെക്കാളും മേത്തരമായി നിന്നെ ഉയർത്താൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് നാം വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ താഴ്ചയിൽ നിന്ന് നമ്മെ ഉയർത്തി മാനിക്കുന്ന സർവശക്തനായ ദൈവം. അതിനാധാരമായിട്ട് ഞാനൊരു വാക്യം വായിക്കുകയാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലെ സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കും. അപ്പോൾ ഉയർത്തപ്പെടണമെങ്കിൽ, മാനിക്കപ്പെടണമെങ്കിൽ നാം എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? മനുഷ്യന്റെ വാക്കിന് ചെവി കൊടുക്കുകയല്ല ചെയ്യേണ്ടതാണ്. ലോകത്തിന്റെ വാക്കിന് നമ്മൾ ചെവി കൊടുക്കുകയല്ല ചെയ്യേണ്ടതാണ്. സമൂഹത്തിന് നാം ചെവി കൊടുക്കുകയല്ല ചെയ്യേണ്ടതാണ്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ നീ എന്ത് ചെയ്യണം? കേൾക്കണം. കർത്താവിന്റെ വാക്കിന് ചെവി കൊടുക്കാൻ നീ തയ്യാറാകുന്നു എങ്കിൽ മാത്രമല്ല, അവിടെ പറയുന്നത് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ എന്ന് വെച്ച് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് ഹിതമാം വണ്ണം നീ നടന്നാൽ, ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ നീ നടന്നാൽ, ദൈവം പ്രവർത്തിക്കേണ്ടതിന് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നീ നടന്നാൽ, സർവശക്തനായ ദൈവം എല്ലാവരെക്കാളും മേത്തരമായ അനുഭവത്തിൽ നിന്നെ മാനിക്കുവാനിടയായിത്തീരും. ഒരുപക്ഷെ നീ ചിന്തിച്ചേക്കാം, മറ്റുള്ളവരെക്കാൾ ഞാൻ എത്രയോ അധംപതിച്ചു പോയി, അവരൊക്കെ എത്രയോ ഉയർന്നു, അവരൊക്കെ എത്രയോ മാനിക്കപ്പെട്ടു, ഞാനോ താഴ്ന്നു പോയി, പരാജയപ്പെട്ടു പോയി, ശൂന്യമായി പോയി എന്ന് ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുക, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട്, കർത്താവിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ ഭൂമിയിലെ സകല ജാതികൾക്കും ഇത് ഉന്നതമാക്കും. എല്ലാവരെക്കാളും മേത്തരമായ അനുഭവത്തിൽ, സകല ജാതികളെക്കാളും മേത്തരമായ നിലവാരത്തിൽ, ഉയർന്ന നിലവാരത്തിൽ സർവശക്തനായ ദൈവം നിന്നെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും.
അതിനെന്താ ചെയ്യേണ്ടത്? മനുഷ്യന്റെ വാക്കിന് നമ്മൾ ചെവി കൊടുക്കരുത്, ലോകത്തിന്റെ വാക്കിന് നമ്മൾ ചെവി കൊടുക്കരുത്. ദൈവത്തിന്റെ വാക്കിന്, ദൈവത്തിന്റെ കരുതലിന്റെ കീഴില് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവാത്മാവ് നമ്മെ മാനിക്കുവാനിടയായി തീരും. ഒരു വാക്യം കൂടെ വായിക്കുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നു, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമാകുന്നു, ഭൂമിയിലെ സകല ജാതികളിലും വെച്ച് നിന്നെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് യഹോവ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവാത്മാവ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ കീഴിൽ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഒരു നിമിഷം ദൈവത്തിന് വേണ്ടി ഹൃദയത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്? ഒരു നിമിഷം നീ എല്ലാം മറന്ന് സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവം നിന്നെ മെത്തരമായി ഉയർത്തുവാനിടയായി തീരും. ആ ഉയർത്തുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രിക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.